വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. മെം സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു? ശൈലികളും അവയുടെ അർത്ഥവും എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ആരംഭിച്ചു വെച്ചത്. അതിന്റെ ബാക്കിയായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ മനോഹരമായ ക്വസ്റ്റ്യൻസുമായി ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പേര് ഗീതു സിദ്ധൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കിക്കോളൂ. അടി തെറ്റിയാൽ ആനയും വീഴും. ആന നടന്നു വരികയാണ്. ഒന്ന് ഓർത്ത് വയ്ക്കണേ. നമുക്ക് എത്ര കാലമുണ്ട്? രണ്ടെണ്ണത്തിൻ്റെ ബാലൻസ് നോക്കിയാൽ മതി. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പോയാൽ മതി. ആനയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടേ. 4 കാല്, ഒന്ന് ലെഫ്റ്റ് വയ്ക്കുമ്പോൾ അടുത്തത് റൈറ്റ്. അപ്പം മറ്റേത് ബാക്കി രണ്ടെണ്ണം എവിടെ വയ്ക്കൂടെ? ലെഫ്റ്റ് വെക്കണോ റൈറ്റ് വെക്കണോ എന്ന് അതിന് തന്നെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനയ്ക്ക് എന്ത് തെറ്റാം? അടി തെറ്റിയാൽ ആന വീഴാം. അടി തെറ്റിയാൽ ആന വീഴാന്ന് പറഞ്ഞാൽ ആന ആയതുകൊണ്ട് ഞാൻ വീടില്ല എന്നതിന് വാശി പിടിക്കാൻ പറ്റുമോടെ? ഇല്ല. അപ്പോൾ അതിനാണെങ്കിലും തെന്നി വീഴണമെന്ന് തോന്നിയാൽ വീണേ പറ്റൂ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ കാണും ഒരു വലിയ ബന്ധുവോ അല്ലെ ഒരു കൂട്ടുകാരനോ ഒക്കെ കാണും. നമ്മുടെ സ്ഥിരവേരകൾ അവർ രണ്ടുപേരും ആണല്ലോ. ഒരു തുമ്മി അങ്ങ് മരിക്കട്ടെ. അവര് വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അഹങ്കാരമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഇവർ കാണിച്ച എന്തെങ്കിലും ഒരു അനാസ്ഥയുടെ പുറത്ത് ഇവരെന്ത് ചെയ്യുന്നത്? ഇവർ ഏതെങ്കിലും ഒരു കുറ്റത്തിന് പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ നാട്ടുകാരെ അവരുടെ കള്ളത്തരം കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഈ എന്താണ് അമർ അക്ബർ അന്തോണി, അതിനകത്തുള്ള പിഷാടിയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയില്ലേ? നല്ലവനായ ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു? എന്ത് അബദ്ധമാണ് പറ്റിയത്? ഉണ്ണി കഞ്ചാവ് വളർത്തിയപ്പോൾ ടെറസിന്റെ മണ്ടേ വളർത്തി, നാട്ടുകാർ കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? പോലീസ് പിടിച്ചു. അപ്പൊ എന്ത് അഭിപ്രായം വരുന്നത്? അതുവരെ നാട്ടുകാർക്കൊക്കെ ഉണ്ണിയെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ നാട്ടിൽ വലിയ അങ്ങനത്തെ ഉണ്ണി കണ്ടുപിടിക്കുന്ന അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന ആൾക്കാർ, ഇവനൊക്കെയാണ് ശാപം നമ്മുടെ. അപ്പൊ നോക്ക്, വംശനാശം സംഭവിച്ചു പോകുന്നില്ല നിങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഉണ്ണിമാര് വലിയവന്മാരാണല്ലോ ഇവർക്കും എന്ത് സംഭവിക്കാം? അപകടങ്ങൾ സംഭവിക്കാം. ഇപ്പൊ വലിയവനും അപകടം സംഭവിക്കും. നിങ്ങൾ നല്ലവനായ ഉണ്ണിയൊക്കെ സ്മരിക്കുക. നിങ്ങളുടെ ഭയങ്കര ഗമയുള്ള പോസുള്ള വീട്ടുകാർ നിങ്ങളെ വെച്ച് ഉദാഹരണം പറയുന്ന നിങ്ങളുടെ ആ പൊതു ശത്രു, അവനായാൽ പോലും എന്ത് സംഭവിക്കാം? അല്ലെങ്കിൽ അവൾക്കായാൽ പോലും എന്ത് സംഭവിക്കാം? അപകടം. ആനയും വീഴും. ആന വിറ്റു എന്നല്ല കേട്ടോ, ആന വിറ്റ് മതിയാമോ എന്നാണ് കേട്ടോ. ഒരുമാതിരി ആന നമ്മളെ വിട്ടിട്ട് എങ്ങോട്ടോ വിയോഗം ചെയ്തു എന്നുള്ളൊരു അർത്ഥമാണ്. ആന വിറ്റ് മതിയാമോ എന്ന് പറഞ്ഞാൽ വലിയവരെ എളിയവർക്ക് തൃപ്തിപ്പെടുത്താനാകുമോ എന്നാണ് കേട്ടോ. നമ്മളിപ്പോ വലിയ ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് രജനീകാന്ത് വിരുന്ന് വന്നു എന്ന് വിചാരിക്കുക. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളകം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് ഭയങ്കര ഒരു വലിയ നടി, സൗത്ത് ഇന്ത്യയിലെ വലിയൊരു നടി എന്ത് ചെയ്യുന്നു? ഇവരുടെ മുൻഷി പരമേശ്വരൻ പിള്ളയോ പുള്ളിയുടെ വീട്ടിലേക്ക് വിരുന്ന് വരികയാണ്. മരുമക്കളെല്ലാവരും കൂടി ആഡംബരമൊക്കെ കാണിച്ച് കയ്യിലുള്ളതും ഇല്ലാത്തതും ഒക്കെ പണയമൊക്കെ വെച്ച് ഇവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവരുദ്ദേശിക്കുന്നത് ഇവർ ഈ കാണിക്കുന്ന ആഡംബരങ്ങളാണോ? ഇല്ല. അപ്പൊ അതുകൊണ്ടൊന്നും അവർ തൃപ്തിപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് അവനവന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. താല്പര്യങ്ങൾ എവിടെ ഇരിക്കുന്നു? ഉള്ളിലിരിക്കുന്നു. അതിപ്പോ നിങ്ങൾ ഇനി എത്ര വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ സ്ഥാനം കൂടുന്തോറും ലക്ഷ്യങ്ങൾ എന്ത് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ വലിയൊരാളെന്ന് കരുതിയിട്ട് തൃപ്തിപ്പെടുത്താൻ നോക്കുന്ന ആളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതായിരിക്കില്ല. അതാണ് എന്ത്? ആന വിറ്റ് മതിയാമോ എന്ന് പറയുന്നത്. എന്താണ്? വലിയവരെ എളിയവർക്ക് തൃപ്തിപ്പെടുത്താനാകുമോ? ആകാശകുസുമം. ആകാശം എങ്ങനെയാണിടെ? നല്ല മണ്ണൊക്കെയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലമാണോ ആകാശം? നമ്മളിവിടെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത്? കുറേ മേഘം, നീല കളറിൽ കുറേ പുക, പിന്നെ കുറച്ച് പൊടി, 5-6 കിളികൾ പറന്ന് കിടക്കുന്നു. ഇതല്ലാതെ മണ്ണ് വല്ലതും കാണുന്നുണ്ടോ? പോട്ട് മന്തയിലും മറ്റേ ചെടിച്ചട്ടിയോ ചെടി വളർത്താൻ പറ്റിയ സ്ഥലങ്ങളോ കാണുന്നുണ്ടോ? ഇല്ല. ബഹിരാകാശത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആകാശത്തിൽ എന്താ കാണുന്നത്? ഈ പറഞ്ഞതൊക്കെ തന്നെ കാണുന്നുള്ളൂ. പിന്നെ വല്ലപ്പോഴും ജെറ്റും പോവും, പിന്നെ വിമാനങ്ങളും പോവും. ആകാശകുസുമം, അവിടെ പൂവിരിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ആകാശത്തിൽ പൂ വിരിയാൻ സാധ്യതയില്ല. ഓട്ടയൊക്കെ വരാറുണ്ട്. എവിടെ?
ഓസോൺ പാളിയിൽ. അല്ലാതെ പൂവൊന്നും വിരിഞ്ഞ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, സംഭവിക്കാത്ത കാര്യമാണ്. ഒമ്പതാം ഉത്സവം. ഒമ്പതാം ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 10 ദിവസമുള്ള ഉത്സവം, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നാട്ടിലുള്ള ആബാലവൃദ്ധം ജനങ്ങളും അവിടേക്ക് വന്ന് ആ ഉത്സവം അങ്ങോട്ട് കൊഴുക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര മേളമായിരിക്കും. മണ്ണ് വാരിയിട്ടാൽ താഴെ എത്താത്തത്രയും ജനമായിരിക്കും. അപ്പോൾ എന്തുണ്ടാവും അവിടെ ഒരു ആരവമായിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? വലിയ ബഹളം. ഒളിയമ്പ്. ഒളിയമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആൾക്കാർക്ക് നമ്മളെ ഡയറക്റ്റ് ഉപദ്രവിക്കാൻ പറ്റില്ല. കാര്യം എന്താ? ചിലപ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കും. നമ്മളെ ഡയറക്റ്റ് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓങ്ങി ഒരെണ്ണം എങ്ങാനും അടിച്ചു കൊടുത്താൽ വിടുന്നെങ്ങാനും ചത്തുപോയാലോ എന്ന് പേടിച്ചിട്ട് ഡയറക്റ്റ് നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മളെ പറ്റി അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുക, കള്ളം പറയുക, മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുക. പയ്യന്മാർക്കൊക്കെ ആണെങ്കിൽ മനസ്സിലാവും അല്ലേ? നിങ്ങൾ വെറുതെ നടന്നു പോയാൽ എന്തുമായിരിക്കും ഇവിടെ പറയുന്നത്? അവൻ ലഹരിയല്ലേ എന്ന് പറഞ്ഞാൽ മതി, ജീവിതം തീർന്നു. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? നമ്മള് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഉപദ്രവിക്കുകയാണല്ലേ. അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് ഒളിയമ്പ്. അപ്പൊ ശ്രീരാമൻ എങ്ങനെയാണ് ബാലിയെ കൊന്നത്? നേരിട്ട് പോകാതെ മറഞ്ഞു നിന്ന് അമ്പയച്ചാണ് കൊന്നത്, ഒളിയമ്പ്. അപ്പൊ എന്താണ്? രഹസ്യമായിട്ട് നിന്ന് ഉപദ്രവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒളിയമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ PSCയുടെ ആൻസർ നോക്കൂ. രഹസ്യമായി ഉപദ്രവിക്കുക. എത്രയൊന്ന് പഠിച്ചേ? അടി തെറ്റിയാൽ ആനയും വീഴും, വലിയവനും അപകടം സംഭവിക്കും. ആന വിറ്റു മതിയാമോ, വലിയവരെ എളിയവർക്ക് തൃപ്തിപ്പെടുത്താനാകുമോ? ആകാശകുസുമം, ആകാശത്ത് പൂ വിരിയാറില്ല, സംഭവിക്കാത്ത കാര്യം. ഒമ്പതാം ഉത്സവം, ഉത്സവം തീരുന്നതിന് മുമ്പുള്ള ആരവം, വലിയ ബഹളം. ഒളിയമ്പ്, രഹസ്യമായി ഉപദ്രവിക്കുക. ഇനി ഓലപ്പാമ്പ്. ഓലപ്പാമ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാടി? ഓലപ്പാമ്പ് ഇപ്പം ഓലയൊന്നും അല്ല, ഇപ്പൊ റബ്ബറിലൊക്കെയാണ് പിള്ളേർ പാമ്പും കൊണ്ട് കിടക്കുന്നത്. നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു മൂർഖൻ നിൽക്കുന്നു, നിങ്ങൾ പേടിക്കുവോ ഇല്ലയോ? പേടിക്കും. പേടിച്ചില്ലെങ്കിൽ പാമ്പ് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പേടിക്കുന്നില്ലടാ, നീ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പാമ്പിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് പാമ്പ് അങ്ങ് പോകും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭിത്തിയിലിരിക്കും. പക്ഷേ അതൊരു ഓലപ്പാമ്പാണെങ്കിലോ, അത് നമ്മളെ കടിക്കും എന്ന് ഭാവിക്കുകയേ ഉള്ളൂ, കടിക്കില്ല. ഭീഷണിയാണത്. ഇപ്പൊ ഓലപ്പാമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഭീഷണി. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടിട്ട് നാളെ ആരും പാടത്തൊന്നും പോയി പാമ്പിനെ വെല്ലുവിളിക്കരുത്. പാമ്പിന് നിങ്ങളത്രയും വിവരവും ബുദ്ധിയൊന്നുമില്ല, അതിന് പ്രതികരിക്കാനേ അറിയാവൂ. ഓണം കേറാ മൂല. ഓണം കേറാ മൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, പ്രേം നസീർ മരിച്ചത് അവിടെയുള്ള ആൾക്കാർ ഇപ്പോഴാണ് അറിയുന്നതെന്ന്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നിത്യജീവിതത്തിൽ നമ്മൾ പലരെയും കാണാറുണ്ട്. ഈ ഇടക്കാലത്ത് കൂടെ എന്നോട് ഒരാള് ചോദിച്ചതേ ഉള്ളൂ, ഒരു നടനെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ഇതാര് എന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ചിലര് നമ്മൾ ഫാഷൻ കാണിക്കാൻ വേണ്ടി പറയത്തില്ലേ, ഞാൻ സിനിമ കാണാറേ ഇല്ല, അതങ്ങനെയുള്ള ആൾക്കാരല്ല. ഇത് ശരിക്കും അറിയാത്ത ആൾക്കാരാണ്. പ്രേം നസീർ മരിച്ചതൊക്കെ അവർക്ക് വലിയ ഞെട്ടലാണ്. അയ്യോ മരിച്ചോ എന്നൊക്കെ അവർ ചോദിക്കും വേണമെങ്കിൽ. അത്രയ്ക്ക് ഒന്നും പുറത്തു നിന്നുള്ള ഒരു വാർത്തകളും അവരിലേക്ക് എത്തുന്നില്ല. തുരുത്തി ജീവിക്കുന്നത് പോലെയാണ്. മറ്റേ പണ്ടൊക്കെ കപ്പലുകൾ വന്നാൽ 4 മാസം അങ്ങോട്ടും 4 മാസം ഇങ്ങോട്ടും കപ്പല് പോയി വരുമ്പോഴേ നമുക്ക് ഓരോ രാജ്യത്തെയും വാർത്തകൾ പരസ്പരം അറിയാൻ സാധിക്കും. അങ്ങനെ തന്നെ ജീവിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകാം. മര്യാദയ്ക്ക് കറണ്ട് ഇല്ല, പിന്നെ ഫോൺ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, നെറ്റ് കണക്ഷൻ പോലും ഇല്ലാത്തൊരു നാടോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും കേരളത്തിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഓണം കേറാമൂല. അതായത് ഓണം എന്ന് പറയുന്ന ഒരു സംഭവം റിലീസായ കാര്യം പോലും അവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ അത്രമാത്രം അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമായിരിക്കും. എന്താ പറയുക? കുഗ്രാമം. തിരുവനന്തപുരത്താണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ കുരുട്ടുമുക്ക് എന്ന് വിശേഷിപ്പിക്കും കേട്ടോ. ഞങ്ങളുടെ കൊളോക്കിയലായിട്ടുള്ള പദമാണ് കുരുട്ടുമുക്ക്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ ആ ഓണം കേറാമൂല, കുഗ്രാമം, കുരുട്ടുമുക്ക് അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർക്കുക. ഇനി കടലിൽ കായം കലക്കുക. വലിയൊരു കടല്, നിങ്ങൾ കുളിക്കാനൊക്കെ പോകുന്ന കടലേ, കോവളം ബീച്ച് ആയിക്കോട്ടെ, നിങ്ങളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 50 ഗ്രാം കായവും കൊണ്ടുപോയി കലക്കിയിട്ട് പറയാണ്, ചേട്ടാ ഇനി കോരി കുടിച്ചു നോക്കും, നല്ല രസത്തിന്റെ മണം വെള്ളത്തിൽ. വരുവോടെ? ഇല്ല. 50 എന്നല്ല 500 ടണ്ണ് കൊണ്ടിട്ട് നിങ്ങൾ കലക്കിയാലും കുറച്ച് സമയത്തേക്ക് ആ മണം അവിടെ ഉണ്ടാകത്തുള്ളൂ. കാരണം
കടൽ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞതിത്ര അറിയാത്തത് എത്രയോ, അതാണ് എന്ത് കടൽ. അപ്പൊ അങ്ങനെയുള്ള കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യലാണ്. എന്താണ്? ഒരു പ്രയോജനവും ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് കടലിൽ കായം കലക്കുക എന്ന് പറയുക. നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്യുക. എൻ്റെ ഒരു ഭയങ്കര ബുദ്ധിയുള്ളൊരു കൂട്ടുകാരനുണ്ടായിരുന്നടേ. ആള് തുണിയൊക്കെ അലക്കാൻ പോയിട്ട് കായലിൽ സർഫിട്ട് കലക്കും. എന്നിട്ട് തുണി ഇങ്ങനെ അതിലിങ്ങനെ മുക്കിയെടുക്കും. ആളുടെ വിചാരം അങ്ങേര് തട്ടിയെടുത്ത് തന്നെ എന്ത് നിപ്പുണ്ടെന്ന്, ഈ സർഫ് നിപ്പുണ്ടെന്നാണ്. സർഫ് പോയിട്ട് അരമണിക്കൂറായ വിവരം പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ അതുപോലത്തെ ആരോ ആണ് ഈ കായം കലക്കാൻ പോയത്. ശരി, അത് ഞാൻ തന്നെ അല്ലേ എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാനല്ല. ഞാൻ അങ്ങനല്ലോ, എനിക്ക് ബുദ്ധിയുണ്ട്. ശരി, നിങ്ങൾക്കില്ലേ ബുദ്ധി? എനിക്ക് കിഷ്ണിയുണ്ട്, കിഷ്ണി. ശരി, നോക്കിക്കേ. കച്ച കെട്ടുക. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് നേരത്തെ ഒരു വസ്തു പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ്? അരയും തലയും മുറുക്കുക. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ സിനിമയിൽ ഇപ്പോൾ നമ്മുടെ വടക്കം വീരഗാഥ 4K ഒക്കെ റിലീസായിട്ടുണ്ട്. അതിനകത്തൊക്കെ എങ്ങനെയാണ്? അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും പടങ്ങൾ റിലീസായിട്ടുണ്ടോടെ? ഇല്ല, ഇവിടെയൊക്കെ വടക്കം വീരഗാഥയാണ് റിലീസായത്. നിങ്ങളുടെ നാട്ടിൽ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ പഴയ, നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് പഴയ കാലത്തെ ഈ തച്ചോളി, അതുപോലെ തന്നെ എന്താണ് പടയോട്ടം, ആ ഒരു ലൈനും സിനിമകളൊക്കെ ഉണ്ടല്ലോ. പുത്തൂരം വീട്, പിന്നെ ആരോമലുണ്ണി, ഉണ്ണിയാർച്ച, പിന്നെ ഏതൊക്കെ ഉണ്ടേ, എവിടൊക്കെയുള്ള ആർച്ച, പിന്നെ അങ്ങനെ കുറെ സിനിമകളുണ്ട്. അപ്പൊ പൊന്നാപുരം കോട്ട, ഇതിനകത്തൊക്കെ ഇവർ ഈ യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ തെങ്ങയിൽ ഒരു വലിയ തുണി വലിച്ച് കെട്ടിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി, ഈ കളരി വിളക്ക് തെളിഞ്ഞതാണോ പാട്ടിനകത്ത് ഇങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ ചുറ്റുന്നുണ്ടൊരു സാധനം, വലിയ സാരി പോലത്തെ ഒരു സാധനം ഇങ്ങനെ ചുറ്റി 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 അരക്കി ചുറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടി വയ്ക്കും. എങ്ങനെ ശ്വാസം വിടും നമ്മൾ ആലോചിക്കും. എന്തിനാണ്? യുദ്ധം നടക്കുമ്പോഴത്തേക്കും ഈ ഇട്ടുകൊണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഉരുപോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. അതാണ് എന്ത്? കച്ച. ആ സാധനം എന്തിനാ കെട്ടുന്നത്? എന്തിനെങ്കിലും തയ്യാറെടുത്ത് യുദ്ധത്തിനൊക്കെ തയ്യാറായി പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് കെട്ടിവെക്കുന്നത്. കൊച്ചിങ്ങനിഹോ അറിയത്തില്ലേ? ഇതിനകത്താണ് പഞ്ചാബി ഹൗസിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? ഒരു അടി വന്നാൽ തടയാൻ വേണ്ടിയിട്ടാണ് ഈ കച്ചയൊക്കെ കെട്ടി പോകുന്നത്. അപ്പൊ തയ്യാറാകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു അടിക്ക് തയ്യാറായി പോവുക എന്നുള്ളതാണ് എന്ത്? കച്ച കെട്ടുക. അപ്പൊ അരയും തലയും മുറുക്കുക, കച്ച കെട്ടുക, രണ്ടും സമാനമായ ശൈലികളാണ്. ഓർക്കുക. കടന്ന കൈ. നമ്മൾ പറയില്ലേ ചിലപ്പോഴൊക്കെ, ഇത് കടന്ന കൈയായിപ്പോയി, അങ്ങനെ ചെയ്യരുത് എന്നല്ലേ? ചില വാർത്തകളൊക്കെ ഇപ്പൊ ഉണ്ടാകുന്ന ചില വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, അതിത്തിരി കടന്ന കൈയായിപ്പോയി. നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമല്ലേ അവരിങ്ങനെ കത്തിക്കുത്തും കൊലപാതകമായിട്ട് അവസാനിപ്പിച്ചത് എന്ന് പറയാറുണ്ട്. അപ്പൊ അതെന്ത്? കടന്ന കൈ, അതിരു കടന്ന പ്രവൃത്തി. പലരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരോടും ജോലിയായില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചോദിക്കുന്നയാളെ തള്ളിയിട്ട് കൊല്ലാൻ തോന്നാറില്ലേടി? അല്ലേ എടുത്തിട്ട് ഇടിക്കാനൊക്കെ തോന്നാറില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മാന്യത കാരണം നമ്മൾ സംയമനം പാലിക്കുന്നു. ആ സംയമനമാണ് വേണ്ടത്. നമ്മൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ നമ്മൾ അവരെ പിടിച്ച് തള്ളോ ഇടിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും വീഴുന്ന് വല്ല അപകടവും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം തീർന്ന് നമ്മൾ ജയിലിൽ പോയി ഉണ്ടേന്ന് അങ്ങനെ ചെയ്തു കളയരുത് ആരും. അപ്പോൾ കടന്ന കൈയൊന്നും ആരും എടുക്കരുത്. എന്താണ് അതിരു കടന്ന പ്രവൃത്തി എന്നാണ് കടന്ന കൈയുടെ അർത്ഥം. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ ഒരു ഓലപ്പാമ്പ്. എന്താണ്? ഭീഷണി. ഓണം കേറാമൂല കുഗ്രാം എന്ന സീറോ മരിച്ചത് അറിയാത്ത ആൾക്കാർ. കടലിൽ കായം കലക്കുക. എൻ്റെ മറ്റേ ഫ്രണ്ട് സർഫും കൊണ്ടുപോയി നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്ത. അപ്പൊ നിഷ്പ്രയോജനമായ പ്രവൃത്തി. കച്ച കെട്ടുക. ഞാൻ പറഞ്ഞു മമ്മൂട്ടി യുദ്ധം ചെയ്യാൻ പോകുന്നതിന് എന്താണ്? തയ്യാറായിട്ടാണ് പോയത്. കച്ച കെട്ടുക, തയ്യാറാവുക. കടന്ന കൈ. കടന്ന കൈ എന്ന് പറഞ്ഞാൽ അതിരു കടന്ന പ്രവൃത്തി. ഓക്കെ, നമ്മളെ വന്ന് ചൊറിയുന്ന മനുഷ്യന്മാരെ നമ്മൾ തല്ലാതെ വിടുന്നത് സംയമനം. തല്ലിയാൽ അത് കടന്ന കൈ. ഇനി കുറച്ച് നേരമായിട്ട് ടീച്ചർ ഞങ്ങളെ തല്ലാനൊക്കെ പ്രലോഭിപ്പിക്കുന്നു. അങ്ങനെ ചെയ്ത് കളയരുത് കേട്ടോ. നമ്മളൊക്കെ നല്ല സംയമനമുള്ള ആൾക്കാരാണ്. മലയാളം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംയമനം കുറേയൊക്കെ വരും. എൻ്റെ ക്ലാസ്സും കൂടെ ആകുമ്പോൾ ഉറപ്പായിട്ടും. കടും കൈ. കടും കൈ എന്താണ് ഡേ? കടും കൈ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ കടന്ന കൈ എന്ന് പറയില്ലേ, അതിൻ്റെ തന്നെ വേറൊരു സാധനമാണ് കഠിന പ്രവൃത്തി കേട്ടോ. കഠിന പ്രവൃത്തി.
കടുംകൈ ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കഠിന പ്രവൃത്തി. ചിലർ ആത്മഹത്യ ചെയ്യുമ്പോൾ പറയും വല്ലാത്ത കടുംകൈ ആയിപ്പോയി. അത് കാര്യം എന്താണ്? ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുള്ളപ്പോൾ പിന്നെ എന്തിനു മരിക്കണം? അതപ്പോ കഠിന പ്രവൃത്തിയാണത്. കയറണം, കെട്ടിത്തൂങ്ങണം, ചാവണം, വിഷമാണെങ്കിൽ വിഷം മേടിക്കണം, ചാവണം. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ. അങ്ങനെയുള്ള കഠിനമായ പ്രവൃത്തികൾ, മറ്റുള്ളവരെയും തന്നെയും ദ്രോഹിക്കുന്ന പ്രവൃത്തികളാണ് കഠിന പ്രവൃത്തി, കടുംകൈ. ഓക്കെ. കടന്നൽ കൂട്ടിൽ കല്ലെറിയുക. വെറുതെ നടന്നു പോകുമ്പോൾ മുൻമുകളിൽ കാണുന്ന കടന്നൽ കൂട്ടിലേക്ക് നിങ്ങൾ കല്ലെറിയുന്നു. എന്ത് സംഭവിക്കും? കടന്നൽ നോക്കിയിട്ട് നിങ്ങളോട് എടാ എന്നെ കല്ലെറിഞ്ഞു, നിന്നെ ഞാൻ തിരിച്ച് കല്ലെറിയുമെന്ന് പറഞ്ഞാൽ അറിയുമോ? ഇല്ല. അതിന് കല്ലിന്റെ ആവശ്യമില്ല. അതിന് ദൈവം പ്രകൃതമായിട്ട് സുണ്ട് കൊടുത്തിട്ടുണ്ട്, കൊമ്പുണ്ട് അതിന്. അത് ഓടി വന്ന് നമ്മൾ എന്ത് ചെയ്യും? കുത്തും. ഒരു കുത്ത് കുത്തിയിട്ട് അത് നിർത്തുമോ? ഇല്ല. കടന്നലിന് നമ്മളെക്കാളും ദേഷ്യം ഉള്ളത് കൊണ്ട് അത് ആഞ്ഞാഞ്ഞ് കുത്തും. അതിന്റെ കൊമ്പ് ഒടിഞ്ഞു പോകുന്നിടം വരെ എന്റെ കൊമ്പ് പോണേ പോട്ടറാ, നിന്റെ ദേഹം മുറിഞ്ഞാൽ മതി എന്ന് പറയാതെ ഇങ്ങനെ കുത്തി 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 ബബിൾസ് ഇട്ടിരുന്നു ദേഹം മുഴുവന്. നല്ല രസമായിരിക്കത്തില്ലേ? അപ്പൊ എന്താണത്? കടന്നൽ നമ്മളെ ക്ഷണിച്ചോ കല്ലെറിയാൻ? ഇല്ല. ആപത്തിനെ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? സ്വയം വിളിച്ചു വരുത്തുകയായിരുന്നു. ആപത്ത് സ്വയം ക്ഷണിച്ചു വരുത്തുക. കടുവ കൂട്ടിൽ തലയിടുക. കടുവ സൂയിൽ കിടക്കുന്നു. എൻ്റെ തല ചെറുതാണ് എന്ന് കരുതി ഞാൻ ആ കടുവയുടെ തലയ്ക്കകത്ത് കൊണ്ടുവന്ന് കൂട്ടിനകത്ത് കൊണ്ടുവന്ന് എൻ്റെ തല വെച്ചു കൊടുക്കുന്നു. ഇത് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ തലയാണല്ലോ എന്ന് കരുതി കടുവ എന്നെ വെറുതെ വിടുകൂടി? ഇല്ല. അത് നോക്കുമ്പോൾ അതിൻ്റെ വൈകുന്നേരത്തെ സ്നാക്സ് ആയി, അത് കഴിച്ചുകൊണ്ടങ്ങ് പോകും അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഫോട്ടോ എടുക്കാൻ പോയ ഒരുത്തനെ കടുവ എടുത്തുകൊണ്ട് പോകുന്നത്? അത് കടിച്ച് വാക്കിയകത്ത് എടുത്തുകൊണ്ടാണ് പോകുന്നത്. നല്ല ആചാര ബാഹുവായ ഒരുത്തനെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നു? കടുവ വരുന്നു, കടിക്കുന്നു, കൊണ്ടുപോകുന്നു. അതിന് അവൻ മുറുക്ക് കയറും. അതുപോലെ അതിന്റെ കൂട്ടിക്കൊണ്ട് തല വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും? അത് കടിച്ചുകൊണ്ട് പോകും. അപ്പോൾ കടുവ ക്ഷണിച്ചില്ല കൊണ്ട് എൻ്റെ കൂട്ടിനകത്ത് തല വെക്കാന്ന്. ആപത്തിന് നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അപ്പോൾ കടന്നൽ കൂട്ടിൽ കല്ലെറിയുക, കടുവ കൂട്ടിൽ തലയിടുക, രണ്ടിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? ആപത്ത് ക്ഷണിച്ചു വരുത്തുക. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടെ PSC തരാറുണ്ടേ, സ്വയം അപകടത്തിൽ ചാടുക. കടുവായെ കിടുവ പിടിക്കുക. ഇന്ന് കടുവയ്ക്ക് എന്തോ കഷ്ടകാലമാണ്, നോക്കൂ. കടുവായെ കിടുവ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബലവാനെ ദുർബലൻ തോൽപ്പിക്കുകയാണ് കടുവായെ കിടുവ പിടിക്കുക എന്ന് പറയുന്നത്. നല്ല ബലമുള്ള ഒരുത്തനെ ചെന്നിട്ട് ഒരു ആരോഗ്യവും ഇല്ലാത്ത നിങ്ങൾ ഈ ധനുഷിന്റെ ഒക്കെ സിനിമ കാണാറില്ലേടെ? ധനുഷ് എത്ര പേരെയാണ് ഇടിച്ച് പറത്തുന്നത്. പുള്ളിയെ കണ്ടാൽ തോന്നും ഇത്ര ആരോഗ്യം ഉണ്ടെന്ന്. ഇല്ല, ഒരു ബ്രൂസ്ലി ധനുഷ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ബ്രൂസ്ലിയെ കണ്ട് തന്നെ എനിക്ക് ആരോഗ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ ബ്രൂസ്ലിയെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട അമ്മ പറയും, എൻ്റെ അമ്മയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ചോറ് കൊടുക്കും, അയ്യോ ഈ കൊച്ചു പട്ടിണിയാണല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള അത്രയും ഒരു മെലിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? നമ്മുടെ സിനിമ കാണുമ്പോൾ വലിയ സുമോ ഗുസ്തിക്കാരെ പോലെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇടിച്ചൊരൊറ്റ പറത്തി അടുത്ത പഞ്ചായത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് കാണാം. സിനിമയിലാണോ നടക്കാറ്? കൂടുതലും ജീവിതത്തിലും നടക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണിത്? ബലവാനെ ദുർബലൻ തോൽപ്പിക്കാനാണ് അതൊക്കെ. ഓക്കെ. പെരുവഴി അമ്പലം എന്ന് പറയുന്ന പത്മരാജൻ തിരക്കഥ എഴുതിയ അദ്ദേഹത്തിന്റെ തന്നെ നോവൽ, അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ പ്രധാന കഥാപാത്രമായിട്ടുള്ള നായകൻ എന്താ ചെയ്യുന്നത്? നായകൻ അന്നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയെ കുത്തിയിട്ടാണ് ആ നാട്ടിൽ നിന്ന് ഓടിക്കളയുന്നത്. അയാളാണെങ്കിൽ ആ നാട്ടിൽ ഇനി ചെയ്യാൻ ഒരു കുരുത്തക്കേടുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളെ 16 തികഞ്ഞിട്ടില്ലാത്ത ഈ കൊച്ചു പയ്യൻ എന്ത് ചെയ്യുന്നു? കുത്തിയിട്ട് ഓടിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ബലവാനെ ദുർബലൻ തോൽപ്പിക്കുകയാണ്. നോക്ക്. അപ്പൊ കിരീടത്തിനകത്തൊക്കെ എന്താണ്? കീരിക്കാടനെ എന്ത് ചെയ്യുന്നു? സാധുവായ നിഷ്കളങ്കനായ സേതുമാധവൻ എന്ത് ചെയ്യുന്നു? കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് അതൊക്കെ. കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക. നിങ്ങളുടെ വീട്ടിൽ തേങ്ങയിടാൻ അത്യാവശ്യം വന്നു, ബംഗാളിയൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ, കണ്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? വഴിയെ പോകുന്ന ഒരു ജോത്സ്യനെ വിളിച്ചിട്ട്, എന്തായാലും അണ്ണ ഇതുവഴി പോയതല്ലേ, 12 തേങ്ങ ഇട്ടിട്ട് പോകുന്ന പറഞ്ഞ് അങ്ങനെ പിടിച്ച് കയറ്റി എന്ത് സംഭവിക്കും? അവിടെ അങ്ങയുടെ കുടുംബത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. കാര്യം കണിയാന്റെ ജോലി എന്താണ്? പ്രശ്നം വെക്കലാണ്, അല്ലാതെ തെങ്ങിൽ കയറ്റം അല്ല.
അപ്പോൾ അതെന്താണ് അതിൻ്റെ അർത്ഥം? പരിചയമില്ലാത്ത പ്രവൃത്തി ചെയ്യുക. പിന്നെ റബ്ബർ കട്ട എടുക്കട്ടെ. ഓക്കെ, നോക്കിയേ. കടും കൈ കഠിന പ്രവൃത്തി, കടന്നൽ കൂട്ടിൽ കല്ലെറിയുക, ആപത്ത് സ്വയം ക്ഷണിച്ച് വരുത്തുക, കടുവായെ കിടുവ പിടിക്കുക, ബലവാനെ ദുർബലൻ തോൽപ്പിക്കുക, കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക, പരിചയമില്ലാത്ത പ്രവൃത്തി. ഇത് ചെയ്യുക എന്നല്ല കേട്ടോ, ഏൽപ്പിക്കുക എന്നാണേ, തെറ്റിക്കരുതേ നിങ്ങളത്. ഏൽപ്പിക്കുക. ഇപ്പം എനിക്ക് പറ്റിയത് എന്താണ്? ഇപ്പം എനിക്ക് സംഭവിച്ചതിനെ എന്ത് ശൈലിയിൽ നിങ്ങൾ വിശേഷിപ്പിക്കും? കുറുന്തോട്ടിക്ക് വാദം. നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാൻ ഇവിടെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറുന്തോട്ടിക്കും വാദം എന്നാണ് അതിനെ പറയുന്നത്. എനിക്ക് തെറ്റി, പിന്നെ പിള്ളേർക്ക് തെറ്റത്തില്ലേ എന്ന്. അതാണ് എന്ത്? കുറുന്തോട്ടിക്കും വാദം. ശരി, നോക്കൂ. നമുക്കിനി അങ്ങ് ശൈലി തന്നെ അങ്ങ് ആയാലോ സംസാരമൊക്കെ. വീട്ടിൽ നിങ്ങൾ ശൈലിയിൽ അങ്ങ് സംസാരിക്കട്ടെ, എല്ലാവരുടെ അടുത്തും ശൈലികൾ മാത്രം വെച്ച് സംസാരിക്കുക. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ കുറിച്ച് 2 അടിയൊക്കെ തരും. അപ്പോൾ നിങ്ങൾ മറക്കത്തില്ല. ശരി, നോക്കിക്കേ. കണ്ണടയ്ക്കുക. ഇനി കണ്ണിനാണ് നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതെല്ലാം. കണ്ണാണ് നമ്മുടെ വേട്ടമൃഗം ഇനി മുതൽ. നോക്കിക്കേ, കണ്ണടയ്ക്കുക. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുക എന്നാണോ? ചിലർ പറയത്തില്ലേ, പ്രവൃത്തിയുടെ ചിലർ ചെയ്ത പ്രവൃത്തികൾക്ക് നേരെ കണ്ണടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദയ കാണിക്കുക എന്നാണ് കേട്ടോ. ദയ കാണിക്കുക. കണ്ണിച്ചോരയില്ലായ്മ. കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തിയല്ലേ അവൻ ചെയ്തു കളഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ചില കൊലപാതകങ്ങളൊക്കെ കേൾക്കുമ്പോൾ. കഴിഞ്ഞ ആഴ്ചയും കൂടെ നമ്മളൊരെണ്ണം കേട്ടില്ലേടെ, ആറ്റിലെങ്ങാണ്ട് വീഴുന്ന അല്ല ട്രെയിനിന്റെ മുന്നിലെങ്ങാണ്ട് വീഴുന്ന ചാവാൻ പോയ ഒരുത്തനെ വഴിയെ പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ രക്ഷിച്ചു. അവനാണെങ്കിലോ ഓടിച്ചെന്ന് അങ്ങേർക്കിട്ട് 2 വെട്ടും കുത്തും താ കിടക്കുന്ന താഴെ. ആ മനുഷ്യൻ വല്ലതും അറിഞ്ഞതാണോ? ഇല്ല. കണ്ണിച്ചോര ഇല്ലാത്ത പ്രവൃത്തി അല്ലേടെ കാണിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉപകാരം ചെയ്തവനെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോടെ? ഇല്ല. അപ്പൊ അതെന്താണ്? കണ്ണിച്ചോര ഇല്ലാത്ത പ്രവൃത്തിയാണ്. കണ്ണിൽ ചോരയില്ലായ്മ എന്ന് പറഞ്ഞാൽ ദയയില്ലായ്മ. തിരിഞ്ഞു പോകരുത്. കണ്ണടയ്ക്കുക ദയ കാണിക്കുകയും കണ്ണിൽ ചോര ഇല്ലായ്മ ദയയില്ലായ്മയുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളയരുതേ. കണ്ണിൽ പൊടിയിടുക. എന്താണ് കണ്ണിൽ പൊടിയിടുക? യോദ്ധ സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് മോഹൻലാൽ നമ്മുടെ മുട്ടയുമായിട്ട് അടി ഉണ്ടാക്കുമ്പം മറ്റേ അവരുടെ ടീംസ് ഒന്ന് എന്ത് വാരിയിടും? കുറച്ച് അരിമാവ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കണ്ണിലോട്ട് ഒരു ഒറ്റ ഇടക്കമാണ്. അപ്പോൾ മോഹൻലാലിന് എന്ത് സംഭവിക്കും? ഒന്നും കാണാൻ പറ്റൂല. ആ ഗ്യാപ്പിൽ ഇവർ ഫൈറ്റെല്ലാം കഴിഞ്ഞ് അവരവിടെ നിന്ന് മുങ്ങിക്കളയും. അത് എന്തിട്ടിട്ടാ മുങ്ങിയത്? പറ്റിച്ച് മുങ്ങിയതാണല്ലേ. കണ്ണിൽ ചോര ഇല്ലായ്മ എന്ന് കണ്ണിൽ പൊടിയിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കബളിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. കബളിപ്പിക്കുക. ഞാൻ എന്താ സിനിമ വെച്ച് പറയുന്നത് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സിനിമയിലാണ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തേക്കുന്നത്. അപ്പം സിനിമയാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു മേഖല. അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ നിന്ന് ഉദാഹരണം പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും പുണ്യപുരാണ പഴയ കഥകളിൽ നിന്നോ സാഹിത്യ കൃതികളിൽ നിന്നോ ഒക്കെ ഞാൻ ഉദാഹരിക്കാം. വേണോ? നിങ്ങൾ കമന്റ് ചെയ്യേ വേണോന്ന്. സിനിമ മതി എന്ന് പറയണേ. ശരി, വിദ്വാന്മാരൊക്കെ കാണും ഇതിനകത്ത്. അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ടീച്ചറിന് പഴയ ഏതെങ്കിലും പുണ്യപുരാണ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞുകൂടെ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് പുണ്യപുരാണം വേണം എന്ന്. പുണ്യപുരാണം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ മതി എന്ന് പറയാം കേട്ടോ. ശരി, കണ്ണിലെ കരട്. കണ്ണിലെ കരടെന്ന് പറഞ്ഞാൽ കണ്ണിൽ കരട് കിടന്നാൽ എങ്ങനെയാണടേ? നല്ല രസമായിരിക്കുമോ? കണ്ണിലൊരു കരട് കിടക്കുകയാണ്, അല്ലെ കണ്ണിനകത്ത് ഉറുമ്പ് വീഴുന്നു, നല്ല സുഖമായിരിക്കത്തില്ലേടേ? ഒരു നമ്മുടെ കണ്ണി കിടക്കുന്ന ഒരു പീലി അടർന്ന് അതിനകത്തോട്ട് വീഴുന്നാൽ തന്നെ നമുക്ക് ലോകം അസ്തമിച്ചതുപോലെയുള്ള അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ ഒരു കരട് കിടന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നാലോ ഒന്ന് കണ്ണ് മുറിയും, വേറൊന്ന് ശരിക്കും കാണാൻ സാധിക്കില്ല. പിന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കണ്ണിലെ കരടെന്ന് പറഞ്ഞാൽ സർവദാ ഉപദ്രവകാരി. കണ്ണ് കടി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് കടി എന്ന് പറഞ്ഞാൽ എന്തുവാടേ? ചിലർക്കൊക്കെ നമ്മൾ നന്നാവുന്നത് കാണുമ്പോഴേ അവർക്ക് അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഓഹോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? PSCക്ക് പഠിക്കുന്നു, സെക്രട്ടറി അസിസ്റ്റന്റിന് പഠിക്കുന്നു. ഓ നീയോ, നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ എന്നൊക്കെ ചിലര് ചോദിച്ചു കളയും. ആ ചോദിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നില്ല.
അങ്ങനെ ചോദിക്കുന്നവരുടെ ശരിക്കുള്ള മനസ്സിലെ വികാരം എന്താണ്? ഈശ്വര, എവനെങ്ങാനും പഠിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് ആയി പോവോ എന്നുള്ള അസൂയയാണ് ആ ചോദിച്ച വ്യക്തിക്കുള്ളത്. ഓക്കെ, ചോദിച്ച ആൾക്കാരൊക്കെ കളക്ടർമാരായിരിക്കുവേ. അത് നിങ്ങൾ ഓർമ്മ, നിങ്ങൾക്ക് അറിയാമല്ലോ, ചോദിച്ച കളക്ടർമാരെയൊക്കെ അറിയാമല്ലോ. അവരുടെ മുന്നിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്രട്ടറി അസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ കണ്ണുകടി എന്ന് പറഞ്ഞാൽ അസൂയ. കണ്ണടയ്ക്കുക, ദയ കാണിക്കുക. കണ്ണിൽ ചോരയില്ലായ്മ, ദയ ഇല്ലായ്മ. കണ്ണിൽ പൊടിയിടുക, എന്താണ്? യോധ, മോഹൻലാൽ മുട്ട പൊടിയിട്ടു, എന്ത് ചെയ്തു? പറ്റിച്ചിട്ട് എന്ത് ചെയ്തു? ചെറുക്കനെ കൊണ്ടുപോയി. കണ്ണിൽ പൊടിയിടുക, കബളിപ്പിക്കുക. പിന്നെന്താണ്? കണ്ണിലെ കരട് സർവദാ ഉപദ്രവകാരി. കണ്ണുകടി അസൂയ. ഇടയെ വല്ല പാവപ്പെട്ടവന്റെയും കണ്ണിൽ പൊടി വീഴുന്ന അവൻ ചൊറിയും. അത് അസൂയ കാരണമല്ല, അത് ഇൻഫെക്ഷൻ. അവൻ അസൂയാണെന്ന് കരുതി കളയല്ലേ, ഊതിയൊക്കെ കൊടുക്കണം. പൊടിയൊക്കെ കരടൊക്കെ എടുത്ത് സഹായിക്കണം അവനെ, പാവമാണ്. കണ്ണുരുട്ടുക. കണ്ണുരുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളെ കുഞ്ഞിലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ അച്ഛനമ്മമാര് പുറത്തു കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സാധനം വേണമെന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ കാണിക്കും. എന്താ അതിന്റെ അർത്ഥം? വേണോ, നിനക്ക് വേണോ എന്നുള്ള അർത്ഥമാണ്. അപ്പോഴേ നമ്മൾ ആ വേണമെന്ന് പറഞ്ഞ സാധനം വേണ്ടാന്ന് തീരുമാനിക്കും. കണ്ണുരുട്ടുക, ഭീഷണിപ്പെടുത്തുക. അമ്മമാരാണ് കൂടുതലും ചെയ്യാറ്, അച്ഛൻ പിന്നെ അലിവ് കാണിക്കും. അങ്ങനെ അല്ല എന്ന്. എൻ്റെ അമ്മയാണെങ്കിൽ എല്ലാം മേടിച്ചു തരും എന്നൊക്കെ ചിലർ പറയുന്നു. എൻ്റെ അമ്മ മേടിച്ചു തരുവിടെ. നോക്ക്, കണ്ണീരും കയ്യും. കണ്ണീരും കയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ നമുക്ക് കണ്ടാൽ അറിയാം, ആജീവനാന്ത കാലം നമ്മൾ കാണുന്ന കാലം മുഴുക്കനും എങ്ങനെയുള്ളവരായിരിക്കും? എപ്പോൾ കണ്ടാലും പറയാൻ വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഒരു 10-25 വർഷം മുമ്പ് മരിച്ചുപോയി അപ്പോൾ പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും. ദുഃഖം അതിജീവിക്കാനുള്ള കഴിവില്ലാത്തവരായിരിക്കും അവർ. കണ്ണീരും കയ്യോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്ന ദുഃഖവും ആഘാതമൊക്കെ ആയിപ്പോക്കാണോ, അത് ആ മരണം അല്ലെങ്കിൽ ആ നഷ്ടം അല്ല ആ വിയോഗം, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയുള്ളവരാണ് എന്ത്? അതിരറ്റ ദുഃഖം. ചില കാമുകന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? കാമുകിമാരൊക്കെ പോയി, അല്ലെങ്കിൽ കാമുകിമാര് തിരിച്ചു ആവാം കേട്ടോ. എന്താണ്? പഴയ പ്രണയം, നഷ്ടപ്രണയമൊക്കെ പോയി അവര് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, കുട്ടിക്ക് കല്യാണമായി, മെഹന്തിയൊക്കെ വിളിച്ചേക്കുന്നു. ഇവരെവിടെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് എന്ത്? അതിരറ്റ ദുഃഖം. അവരെയൊക്കെ മുന്നിൽ നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ട് ചെന്ന് നിൽക്കണം. ഓക്കെ, മോട്ടിവേഷൻ അറ്റ് ഇറ്റ് സ്പീക്ക്. അതാണ് ഞാൻ. നോക്കൂ, എന്നെ തള്ളാൻ എനിക്ക് ഞാൻ തന്നെ മതി, വേറെ ആരും വേണ്ട. നോക്കിയേ, കഥ കഴിയുക. കഥ കഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കഥ എഴുത്ത് നിർത്തിയെന്നാണോ? പഴയ സിനിമകളിലൊക്കെ കൊച്ചിൻ ഖനീഫ വന്നിട്ട് പറയും, അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറയും. അതായത് കൊച്ചിൻ ഖനീഫ ആയ കാലത്ത് വില്ലനായിരുന്നപ്പോൾ ജനാർദ്ദനനും പറയാറുണ്ടായിരുന്നു, പണ്ട് വില്ലൻ ചെയ്യുന്ന സമയത്ത്, മുതലാളി അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? നോക്കിക്കോ, കഥയറിയാതെ ആട്ടം കാണുക. കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കാതെ ഇടപെടുക. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേടെ, ഏതെങ്കിലും ഒരു സ്ത്രീ കിടന്ന് ബഹളം വെക്കും, അയ്യോ എൻ്റെ പേഴ്സ് തട്ടിക്കൊണ്ടുപോയേ എന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ കിടന്ന് നമ്മൾ ബഹളം വെക്കും. ബഹളം വെക്കുമ്പോഴോ ആൾക്കാരെല്ലാം കൂടെ അടുത്ത് നിൽക്കുന്ന ഒരുത്തനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടിക്കും. ഈ ഇടിക്കുന്നവനൊക്കെ അന്നേരം ആ നിലവിളി കേട്ട് ഇടിക്കുന്നതാണെന്ന് കരുതാം. പിന്നെ വരുന്നവരെല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യും. ഒരു രസം, എല്ലാവരും ഇടിക്കുമല്ലേ, അപ്പോൾ ഇടി കൊള്ളേണ്ടുന്ന ഏതോ ഒരുത്തൻ അതിനകത്തുണ്ടെന്നർത്ഥം. കാര്യം മനസ്സിലാക്കാതെ എന്ത് ചെയ്യാണ്? ഉപദ്രവിക്കാന്നല്ല, ഇടപെടുക എന്നാണ് കേട്ടോ. ഇടപെടുക, കാര്യം മനസ്സിലാക്കാതെ ഇടപെടുകയാണ് കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അടുത്തത് നോക്കിക്കോ, കരണീ പ്രസവം. കരണീ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നടക്കാത്ത അത്ഭുത സംഭവം എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ കരണീ പ്രസവം എന്ന് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കരണീ പ്രസവം അപൂർവമായ സംഭവം എന്നർത്ഥം. കണ്ണുരുട്ടുക, ഭീഷണിപ്പെടുത്തുക. കണ്ണീരും കൈയും, അതിരറ്റ ദുഃഖം. കഥ കഴിയുക, മരിക്കുക. കഥയറിയാതെ ആട്ടം കാണുക, കാര്യം മനസ്സിലാകാതെ ഇടപെടുക. കരണീ പ്രസവം അപൂർവമായ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പല പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത്, പല ബ്ലണ്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത്, പല പൊട്ടത്തരങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെ കണക്ട് ചെയ്തൊക്കെയാണ് നമ്മളിത് പഠിക്കുന്നത്. അത് നിങ്ങളുടെ ഓർമ്മയ്ക്കകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ലെങ്കിൽ ആ പൊട്ടത്തരമെങ്കിലും ഓർത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചിരിക്കുന്നത്. നല്ലതല്ലേ? അപ്പോൾ ഇതുപോലെ ഇതിനേക്കാളും മികച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.